ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിമോളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക ബലിയിടാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, ഈ ചിട്ടവട്ടങ്ങളിലൊക്കെ ഇനി എന്നതൊക്കെയാണോ പെടുക, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അവിടെ വന്നിരുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. വന്നിരിക്കുന്ന ആൾ ശ്രുതിയോട് അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്യിക്കുക. അപ്പോൾ അവളുടെ ഒരു വലിയിടൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാർലറെടുത്ത് പെട്ടു അല്ലേ സച്ചേട്ടാന്ന് ചോദിക്കും. അത് പിന്നെ പറയണോ, 1-2 ദിവസമല്ല, 10-13 ദിവസം ചെയ്യേണ്ട കാര്യമായതെന്ന് പറഞ്ഞു. ചിലർ 41 ദിവസം ചെയ്യാറുണ്ടല്ലോ. നമുക്ക് അമ്മയോട് പറഞ്ഞേ ഇവളെ കൊണ്ട് 41 ദിവസം ബലികർമ്മം ചെയ്യിപ്പിച്ചാലോ എന്ന് രേവതി ചോദിക്കുന്നേ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചോറൊക്കെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചി, ഇങ്ങനൊരു അച്ഛൻ അവൾക്കില്ല, മരിച്ചിട്ടും ഇല്ല, എന്നിട്ട് നാണമില്ലാതിരുന്ന് ബലിയിടുന്ന കണ്ടില്ലേ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുക. എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ ശ്രുതിമോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നാലും ഇവളെ സമ്മതിക്കണമല്ലോ സച്ചിട്ട്, അപ്പോൾ അടിച്ച കള്ളി തന്നെയാണ് ഇവളെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പേര് നക്ഷത്രവും പറഞ്ഞോളം പറഞ്ഞു. അപ്പോൾ ചെട്ടിനാട് പീതാംബരൻ മൂലം നക്ഷത്രം എന്ന് പറഞ്ഞു. വായിന്നുള്ള അച്ഛൻ്റെ യഥാർത്ഥ പേരങ്ങ് പോയതാ. അപ്പോൾ എന്നും പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ, അല്ല മോളെ, അന്ന് നീ വേറെന്തോ പേരാണല്ലോ പറഞ്ഞതെന്ന് രവിയേട്ടൻ ചോദിച്ചു. എന്ന് പറഞ്ഞ സച്ചിൻ രവി പറന്നു വന്നപ്പോഴത്തേക്കും അത് പിന്നെ ഇത് മുത്തശ്ശൻ്റെ പേരാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അച്ഛൻ്റെ പേര് ജയമോഹൻ, ഭരണി നക്ഷത്രം എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം എന്നും പറഞ്ഞ് നിൽക്കുക സച്ചിയും രേവതിയും. ആയിക്കോട്ടെ, അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് തൊഴുത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ രേവതി ആദ്യം പറഞ്ഞതാ അവളുടെ അച്ഛൻ്റെ യഥാർത്ഥ പേരെന്ന് സച്ചി രേവതിയോട് പറയും. ബലിയിട്ടപ്പോഴത്തേനും ഉള്ള അച്ഛൻ്റെ പേര് പുറത്ത് കിടക്കുന്നു എല്ലാം കൂടി. ഇനി നമസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമസ്കരിച്ചു. ആ ഇലയും ഇതെല്ലാം എടുത്ത് വീടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവച്ച് കാക്കയെ ഇങ്ങനെ കൈ കൊട്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിന്ന് കൈ കൊട്ടാൻ തുടങ്ങി ശ്രുതിമോള്. 4 പാടും കൈ കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ കാക്ക പോലും ഇല്ലല്ലോ എന്ന് രേവതി. ഇതെന്താ കാക്കയൊന്നും വരാത്തേ എന്ന് ചോദിച്ചേ. അപ്പോൾ വരാൻ ഇവിടെ അതിന് മലേഷ്യൻ കാക്കകളൊന്നും ഇല്ലല്ലോ, കാക്ക മലേഷ്യയിൽ നിന്ന് എത്തണ്ടേ, പറന്നിങ്ങ് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് സച്ചി ഈ സമയത്താണ് അവിടെ തമാശ പറയുന്നത്. മിണ്ടായിരിക്കടാന്ന് അച്ഛൻ പറഞ്ഞു. സോറി അച്ഛാ എന്ന് പറഞ്ഞാൽ സച്ചിക്ക് നിൽക്കുക. നീയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്, കാക്ക വരാത്തത്, അകത്തേക്ക് പോ, കാക്ക വന്നോളൂ, വാ പോകാം മോളെ എന്നും പറഞ്ഞിട്ട് അന്ന് ശ്രുതിമോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോണു. അച്ഛൻ്റെ ബലിച്ചോറ് ആ സൈഡിൽ അവിടെ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ രേവതി ഇനിയിപ്പോൾ എത്ര ദിവസം ഇടണം? 41 ദിവസം ഇടണമെന്ന് പറഞ്ഞാലോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുമ്പം ചന്ദ്രമതി എന്ന് പറഞ്ഞ് തിരുമേനി വിളിച്ചു. ബലി ഇടുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. ശ്രുതി എത്ര ദിവസം ഇടുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. 13 ദിവസം ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. ചന്ദ്ര തിരുമേനി എല്ലാ ദിവസവും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിയുടെ പറയുന്നു പറഞ്ഞു. രേവതി അടുത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ല, ചിലരെ 41 ദിവസം ഇടാറുണ്ട്. 41 ദിവസം ഇട്ടാലേ മരിച്ച ആൾക്ക് വളരെ നല്ലതാണെന്നാണ് പറയുന്നതെന്ന് സച്ചി. അപ്പോൾ രേവതി അതെ. അപ്പോഴത്തേക്ക് ശ്രുതി അയ്യോ അതൊന്നും വേണ്ട, 41 ദിവസം ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ശ്രുതി പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ മരിച്ച ആളിന് ഇനി എന്ത് നല്ലത് വരാനാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ചോദിക്കാം. ആ മണ്ടനൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട തിരുമേനി എന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞത് ശരിയാ, 41 ദിവസം ബലിയിട്ടാലും മരിച്ച ആളിൻ്റെ ആത്മാവിന് പുണ്യം കിട്ടുമെന്നുള്ള കാര്യം തിരുമേനി പറയുവാണ്. അപ്പം കേട്ടില്ലേ എന്ന് രേവതി. അങ്ങനെയാണെങ്കിൽ 41 ദിവസവും ശ്രുതി ബലികർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ചന്ദ്ര. ആൻറ്റി അതെ, 41 ദിവസവും ബലിയിടണം, നിന്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ തിരുമേനി 41 ദിവസവും വരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. തിരുമേനി ഇങ്ങനെ നിൽക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സച്ചിയും രേവതിയെ നോക്കുക. രേവതി ഇങ്ങനെ ചിരിച്ച് കാണിക്കും. പൂടി എവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുക കേട്ടോ. തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവളുടെ അടപ്പ് തെറിച്ചിട്ടുണ്ടെന്ന് സച്ചി അന്നേരം പറയുന്നു. ചോറ് അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു കാക്കയ്ക്കും വേണ്ട. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അവരെല്ലാവരും കൂടെ അകത്തിരിക്കുമ്പോഴത്തേക്കും ശ്രുതി പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. എന്താ അങ്കിളും ആൻറ്റിയും വിളിച്ചത് എന്ന് ചോദിക്കുക. ബലിച്ചോറ് കാക്ക എടുത്തിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പം, അപ്പം എടുത്തിരുന്നു അങ്കിൾ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മോളെ ഇങ്ങ് വന്നേ, ഇവിടെ ഒന്ന് ഇരുന്നേ എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തിരുത്തി. എങ്ങനെ എടുക്കാതിരിക്കും, മോള് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ മകൾക്ക് അച്ഛനോട് അത്ര ഇഷ്ടമില്ലായിരുന്നതാ തോന്നണേ. അവൾക്ക് അച്ഛൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ചന്ദ്ര സച്ചിയോട്. അച്ഛനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണെന്ന്. അപ്പോൾ ജീവനായിരുന്നെങ്കിൽ അച്ഛനെ കാണാൻ പോകത്തില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, അവളുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഇവരെന്നെ വിടുന്നില്ലല്ലോ, അടുത്ത കുരുക്കോട്ട് വന്നിരിക്കുകയാണെന്ന് ശ്രുതി മനസ്സിലിങ്ങനെ നേരം അവിടെ നിന്ന് പറയുക. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതിയെ മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. രേവതി നിൻ്റെ കയ്യിൽ നിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഇല്ലേന്ന് ചോദിക്കുമ്പം എൻ്റെ കയ്യിലുണ്ട് എന്ന് രേവതി പറഞ്ഞു.
എൻ്റെ കയ്യിൽ മാത്രമല്ല, വീട്ടിലെ ചുമരിൽ അച്ഛൻ്റെ വലിയൊരു ഫോട്ടോ കണ്ടിട്ടില്ലേ, 2 നേരവും ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കും വെക്കാറുണ്ടെന്ന് രേവതി പറയുക. അതറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് സ്നേഹം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞപ്പം അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭദ്രമായിട്ട് നീയൊക്കെ സൂക്ഷിച്ച് വെച്ചേനെ, അതൊന്നും കളഞ്ഞു പോകത്തില്ലായിരുന്നു. ഇപ്പം നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ചന്ദ്ര. അമ്മ, എല്ലാ വീടുകളിലും മരിച്ചവരുടെ ഫോട്ടോ കാണും, അതിൽ മാലയിട്ട് വിളക്കും കത്തിച്ച് വെക്കും. ഈ വീട്ടിൽ പാർലർ എടുത്തിട്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ വേണ്ടേ എന്ന് സച്ചി ചോദിക്കുക. അപ്പം അച്ഛൻ ഇങ്ങനെ ഇരിക്കുക. രവിയേട്ടൻ, ശരിയാ, അത് വേണ്ട കാര്യം തന്നെയാ എന്നും പറഞ്ഞു. പക്ഷേ അതിനുള്ള ഫോട്ടോ അവളുടെ കയ്യിൽ ഇല്ലല്ലോ സച്ചി. അപ്പം അച്ഛാ, ഇവരുടെ മലേഷ്യയിലെ വീട്ടിൽ കാണൂലേ, പാർലർ എടുത്തി നീയേ നിൻ്റെ രണ്ടാനമ്മയെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് പറ്റുമോ? ശ്രുതിയെ വിടാതെ പിന്തുടരുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അവൻ പറഞ്ഞത്, ശരിയാ മോളെ, നീയേ അവരെ വിളിച്ചിട്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയാനായിട്ട് പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം. രേവതി അന്നേരം, അച്ഛാ, അതെ, ഈയിടെയായിട്ട് സച്ചേട്ടൻ എന്തു പറഞ്ഞാലും അമ്മ തലയാട്ടുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ ഒന്ന് ചിരിച്ചു. എന്നും പറഞ്ഞിരിക്കുക നമ്മുടെ സച്ചി. ഇപ്പം ഞാൻ ശ്രുതിക്കൊരു അടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടും അല്ലേ അമ്മേ എന്ന് സച്ചി ചോദിച്ചപ്പം അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ മതി എന്ന് ചന്ദ്ര നേരം പറയാം. മോളെ ശ്രുതി, നീ അവരെ വിളിച്ചേ ചില. അത് പിന്നെ ആൻറ്റി, ഞങ്ങൾ തമ്മിൽ അങ്ങനെ മിണ്ടാറൊന്നും ഇല്ല ആൻറ്റി എന്ന് പറയാം. അകൽച്ചയിലാണെന്നുള്ള കാര്യം ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ, ഞാൻ അങ്ങനെ അവരെ വിളിക്കാറും ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞപ്പം, എന്നാൽ പിന്നെ ഞങ്ങൾ വിളിക്കാമെന്ന് രേവതി പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യേ, നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതിയായിട്ട് അവർ നല്ല ബന്ധത്തിലല്ലെങ്കിൽ പിന്നെ നമ്മളത് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ. എന്നാൽ പിന്നെ വിളിക്കണ്ട, ഇവളുടെ ഇളയച്ചൻ്റെ കയ്യിൽ ഫോട്ടോ കാണുമല്ലോ, അദ്ദേഹത്തോട് അയച്ചു തരാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് മനസ്സിലായി, ഇങ്ങനെ നിൽക്കുക ശ്രുതി. അപ്പം അത് നേരാ നീ പറഞ്ഞത്, നീ പോയി ഇളയച്ചനെ വിളിക്കാൻ പറഞ്ഞു, ചെന്ന് വിളിക്കും മോളെ എന്ന് പറഞ്ഞു. അമ്മ വേണ്ടെന്ന് തലയാട്ടി. അമ്മ ഓക്കെ പറഞ്ഞു. നമ്മുടെ സച്ചി ഇങ്ങനെ അത്ഭുതത്തോടെ പറയുമ്പം അത് പിന്നെ അത് എന്താ മോളെ, ഇളയച്ചനോട് ചോദിക്കാൻ നീ എന്തിനാ മടിക്കുന്നേ, നീ എന്തിനാ വിളിക്കുന്നേ, നീ ഒന്ന് വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിർബന്ധിക്കും. പിന്നെ അച്ഛാ, ബലിയിട്ടുകൊണ്ട് മാത്രമേ ആത്മാവിന് നിത്യശാന്തി കിട്ടണം എന്ന നിർബന്ധമൊന്നുമില്ല. മരിച്ചവരുടെ ചിതാഭസ്മം പുണ്യനദിയിലോ കടലിലോ കൊണ്ടുവന്ന് ഒഴുക്കണം, എങ്കിലേ ശാന്തി കിട്ടുമെന്ന് സച്ചി. അല്ലെങ്കിൽ ആത്മാവ് മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി ഇത് കേട്ടുകൊണ്ട് വന്നു. അയ്യോ ആണോ എന്ന് ചോദിച്ചു. ചന്ദ്രമതി അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുമ്പോൾ, എനിക്കറിയാവുന്ന പൂ വിൽക്കുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ഇതുപോലുള്ള കർമ്മങ്ങളൊന്നും ചെയ്തില്ല. എന്നിട്ട് എന്തായി? അതോടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയില്ലേ എന്നൊക്കെ പറയുമ്പം ദുരിതമായിരുന്നു. ആ ചേച്ചിയുടെ അമ്മായിയമ്മ കിടപ്പിലായി, പിന്നെ ഭർത്താവ് വീണ് കാലൊടിഞ്ഞു. അയ്യോ, അപ്പോഴത്തേക്ക് സുധി സ്വന്തം കാലിൽ നോക്കുക. അപ്പോഴത്തേക്ക് സച്ചി, അയ്യോ എടാ നിന്റെ കാല്, അയ്യോ നോക്കിക്കൊള്ളണടാ എന്നും പറഞ്ഞു സച്ചി. പിന്നെ ചേച്ചിക്ക് എന്തോ അസുഖം വന്നു. എന്നിട്ട് അവസാനം അവർ ഭയന്ന് ഒരു ജോത്സ്യനെ പോയി കണ്ടു. അപ്പം അദ്ദേഹം പറയാ, കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് മരിച്ച ആളിൻ്റെ അവന് മോക്ഷം കിട്ടിയില്ല അത്രേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. ഈശ്വരാ എന്നും പറഞ്ഞ് നെഞ്ചത്ത് കയ്യും വെച്ചിങ്ങനെ ഇരിക്കുക നമ്മുടെ ചന്ദ്ര. ശ്രുതി, നീ എത്രയും പെട്ടെന്ന് നിന്റെ ഇളയച്ചനെ വിളിക്ക്, എന്നിട്ട് അച്ഛൻ്റെ ചിതാഭസ്മം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ പറ എന്നൊക്കെ പറയുമ്പം ശ്രുതി, എങ്ങനെ അത് എത്തിക്കാനാ ഇങ്ങോട്ട് എന്ന് ശ്രുതി ചോദിക്കുക. അല്ല, ഇളയച്ചൻ മംഗലാപുരത്തല്ലേ, മലേഷ്യയിലല്ലല്ലോ ഉള്ളത്. അപ്പം അത് കേട്ടപ്പോൾ അല്ല മോളെ, അത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ നീ പറയുക, കർമ്മങ്ങളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെയുള്ള എല്ലാവരും അനുഭവിക്കേണ്ടി വരും, പ്രത്യേകിച്ച് സുധി അനുഭവിക്കേണ്ടി വരിക എന്ന് രവിയേട്ടൻ പറഞ്ഞു. അത് ശരിയാകട്ടോ പറഞ്ഞത് നമ്മുടെ സച്ചി. നീ ഒന്ന് വിളിക്കണ്ട മോളെ, ഒന്ന് വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറഞ്ഞപ്പം, അമ്മ ചിതാഭസ്മം മാത്രം പോരാട്ടോ, ഫോട്ടോയും അയക്കാൻ പറയണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. വിളിക്കുമോളെ, ഒന്ന് വിളിക്കുമോളെ എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തെ എല്ലാവർക്കും ഒന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ, അതെ അത് തന്നെയാണ് നല്ലത്, വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. അയ്യോ അമ്മ വീണ്ടും തലയാട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, ബീജാൻ ഇപ്പോൾ ഇറച്ചിക്കടയിലായിരിക്കും എന്തോ, എന്നാൽ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. ശ്രുതിക്ക് പേടിയായി തുടങ്ങി. ആ സമയത്ത് രേവതിയും സച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ വലിയ അനക്കമൊന്നുമില്ല. അപ്പം എന്താ മോളെ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ, വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും രവിയേട്ടൻ പറയുക, മൊബൈൽ അയച്ചു തരാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ വിളിക്കുക, നീ ശ്രുതി, നീ പോയി പാർലർ എടുത്തിട്ട് ഫോൺ എടുത്തോണ്ട് വാ, ചെന്ന് വിളിക്കുക, എടാ നീ നിന്റെ കാല് നോക്കിയാണേടാ, ചെല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ കിടന്ന് വെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കുക.
അങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. പൊക്കമൊന്നും മനസ്സിലായി, ആകെ തൊല്ലയാണെന്നും മനസ്സിലായി. ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വീരാനിക്ക് അവിടെ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നും പറഞ്ഞു പാട്ടൊക്കെ പാടി ആശാൻ നിന്ന് ഇങ്ങനെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരാ ഈ സമയത്ത് ഒരു കോള് വന്നപ്പോഴേ എന്നും പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിടിച്ചങ്ങ് ചെല്ലുന്നു. നോക്കുമ്പോൾ ശ്രുതിയുടെ കോള്. ഇത് കണ്ടപ്പോഴത്തേക്കും ഈശ്വര, ആ കള്ളി പെണ്ണാണല്ലോ വിളിക്കുന്നത്. ഇനി എന്തിനാണോ വിളിക്കുന്നത്? എൻ്റെ ഈശ്വര, ആ പെണ്ണിനോട് മിണ്ടിയാ മൊത്തത്തിൽ കുഴപ്പം, എന്തെങ്കിലും കുരുക്കായിരിക്കും. ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നമ്മുടെ വീരാനൊക്കെ ചെന്ന് നീ ഒന്ന് പോടി എന്നും പറഞ്ഞ് പിന്നെയും ചെന്ന് ജോലി ചെയ്യാനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടണില്ല. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതി. അപ്പോൾ ഇളച്ച ഫോൺ എടുത്തു മോളെ, എടുത്തോന്നും ചോദിച്ചു ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. ഇല്ല, എന്താ എടുക്കാത്തേ എന്നും ചോദിച്ചു ചന്ദ്ര വന്നപ്പോൾ തിരക്കായിരിക്കും അമ്മയെന്ന് ശ്രുതി. എടുക്കുന്നില്ല ആൻറ്റിയും, എടുത്താലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് സച്ചി. എടുക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കും, അതായിരിക്കും എടുക്കാത്തേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും. അങ്ങനെ എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇളയച്ചൻ ഫോൺ എടുക്കുന്നില്ലല്ലോ, നമുക്ക് പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അതെ ശ്രുതി ഒന്നുകൂടെ ഇത് വിളിച്ച് നോക്കുക, ഇളയച്ചൻ ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കും, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കുക, എടുക്കുമായിരിക്കും, ഒന്നുകൂടെ വിളിച്ചു നോക്കുക, ഒന്നുകൂടെ വിളിക്കുക, ഞാൻ വിളിച്ചു തരണോ, ഞാൻ വിളിച്ചു തരണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും ശ്രുതിക്ക് ഇങ്ങനെ ചെവി തല കൊടുക്കാതെ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിർബന്ധിച്ച് ഇങ്ങനെ തല പുകച്ചുകൊണ്ടിരിക്കുക. അത് കേട്ട് വീണ്ടും ശ്രുതി വിളിച്ചു. ബെല്ലടിക്കലോ വീരാനിക്ക പിന്നെയും വന്ന് നോക്കുന്നു. ആ പെണ്ണാണല്ലോ ദൈവമേ, അവൾ തന്നെയാണല്ലോ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ? അതും വീഡിയോ കോൾ ആണല്ലോ, ഇനി എന്തെങ്കിലും കുഴപ്പം കാണുമോ? എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആശാൻ ഫോൺ അങ്ങ് എടുത്തു. ഫോൺ എടുക്കുമ്പം അല്ലെങ്കിൽ വേണ്ട, പ്രശ്നമാകും, അത് ശരിയാകാൻ വഴിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. പിന്നെ ടെൻഷൻ, എടുക്കണോ വേണ്ടയോ? അപ്പോഴത്തേക്ക് ശ്രുതി ദൈവമേ എടുക്കലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സച്ചിൻ രേവതിയൊക്കെ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷഭരിതരായി നോക്കി നിൽക്കാം. വീട്ടിൽ നിന്നായിരിക്കും അവൾ വിളിക്കുന്നത്, അവിടെയുള്ളവർ എന്നെ ഈ കോലത്തിൽ കണ്ട് ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞു വീരാനിക്ക് കയ്യിലുള്ളതൊക്കെ വേഗം എടുത്ത് മാറ്റി. ഒരു കൂളിംഗ് ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചു. എന്നിട്ട് കോളും അറ്റൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ കൂടെ ഉണ്ട്. ഹായ് ഇളയച്ചാ എന്ന് പറഞ്ഞ് നിൽക്കാം. അപ്പോൾ ദൈവമേ എപ്പോഴും മാറ്റി കൂളിംഗ് ഗ്ലാസ് വെച്ചത് നന്നായി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ഇളയച്ച എവിടെയാണെന്ന് ചോദിച്ചു. ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയച്ചൻ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷനാവും. അപ്പോൾ രേവതി സച്ചി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. അപ്പം മോളെ എന്താ മോളെ നീ വിളിച്ചത്, എനി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത്. അപ്പോഴത്തേക്ക് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ എല്ലാവരെയും നോക്കുക കേട്ടോ. സമാധാനമായെന്ന് ഇങ്ങനെ പറയുമ്പോൾ, അല്ല നിങ്ങളെന്ത് ഈ ഇറച്ചിക്കടയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു സച്ചി. അതോ ഞാനേ കുറച്ച് മട്ടൺ വാങ്ങാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. മട്ടനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി, അല്ല അതെ ഈ ഇറച്ചിക്കട ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ മൂക്കൊക്കെ തിരുമ്മി തലയൊക്കെ തിരുമ്മി ഇങ്ങനെ നിൽക്കാം. നീ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അല്ല ദേ മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ഇതാ മേലത്തൂർ ജംഗ്ഷൻ അടുത്തുള്ള ആ ഒരു ഇറച്ചിക്കടയാ. ഞാൻ എവിടുന്ന് ഇറച്ചി വാങ്ങിയിട്ടില്ലേ സച്ചേട്ടാ, അന്ന് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി വാങ്ങിയതേ ഈ കടയിൽ നിന്നാണെന്ന് നമ്മുടെ രേവതി. ആണ് മോളെ, ആ കടയിലാണോ? പുള്ളിയത് അവിടെ എന്ന് പറഞ്ഞിട്ട് രവിയേട്ടനും ചാടി വന്നു. നമ്മുടെ ശ്രുതി കിടന്ന് വട്ടക്കൊട്ട വെള്ളം കോരിക്കൊണ്ടിരിക്കുക. അപ്പം അയാൾ മംഗലാപുരത്താണെന്നല്ലേ പറഞ്ഞത്? അതെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും നിൽക്കുമ്പം അത് കഴിഞ്ഞ് മംഗലാപുരത്താണുള്ളത്, ഇത് മംഗലാപുരത്തുള്ള ഒരു ഇറച്ചിക്കടയാണ് എന്ന് പറയുമ്പം അല്ല ഇത് ഇവിടുത്തെ ഇറച്ചിക്കട തന്നെയാണെന്ന് നമ്മുടെ രേവതി തറപ്പിച്ച് പറയുന്നു. അച്ഛാ എന്ന് പറഞ്ഞ സച്ചി. അപ്പോൾ ഇക്കയും പെട്ടു. എന്തൊരു കഷ്ടമാണ് ഇതെന്ന് പറഞ്ഞ ചന്ദ്രയും ശ്രുതിയും. അത് നിനക്ക് അങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് ശ്രുതി ചോദിച്ചു. അത് പിന്നെ ആ ഗ്രില്ല് കണ്ടില്ലേ, ഇതേ ഗ്രില്ല് തന്നെയായിരുന്നു ഞാനൊന്ന് ചിക്കൻ മേടിച്ച കടയിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങൾ പറയാൻ നമ്മുടെ രേവതി. അപ്പോഴത്തേക്ക് ഇക്ക ഗ്രില്ലിലേക്ക് നോക്കുക, പേരും അത് തന്നെ. പിന്നെ ആ കടയിൽ ഷട്ടറും ഉണ്ടായിരുന്നില്ല, ഇതിനും അതില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈരാനിക്കട കൈ ചെന്ന് ഗ്രില്ലിൽ ഇടിച്ചു. അതെ ചുവപ്പ് പെയിൻറ്റും വെള്ള പെയിൻറ്റും എല്ലായിടത്തും കാണും. എന്താ രേവതി ഇത്, ഒരേപോലുള്ള ഗ്രില്ല് പല കടകളിലും വീടുകളിലും ഒക്കെ കാണില്ലേ? അതുപോലുള്ള ഗ്രില്ലും പെയിൻറ്റും നിങ്ങളുടെ അവിടുത്തെ ഇറച്ചിക്കടയിലും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്ക നിന്ന് ഇങ്ങനെ കുഴയുക. ആ സമയത്ത് ശരി അതെ ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ അവിടുത്തെ ഇറച്ചി വെട്ടുന്ന ആളെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചുമ്മാ ആ വെട്ടിയവനെ തന്നെയാണ് നീ ഇപ്പോൾ കാണുന്നതെന്ന് മനസ്സിലിക്ക പറയുക. അപ്പം ആ വ്യക്തി ഇവിടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. പിന്നെ ചായ കുടിക്കാനും മറ്റും പോയിരിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലേ
ഈ പുള്ളി ഏൽപ്പിച്ചിട്ട് ചായ കുടിക്കാൻ പോയോ എന്ന് രവിയേട്ടൻ. ഇത് എന്തോന്ന് ഇടപാടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പം വിട്ടെ നിങ്ങൾ ഈ മണ്ടിയോട് സംസാരിച്ച് സമയം കളയണ്ട എന്ന് ചന്ദ്ര. അപ്പോൾ ഞാനായോ മണ്ടി എന്ന് രേവതി. ശ്രുതി നീ വിളിച്ച കാര്യം ഇളയച്ചനോട് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അത് പിന്നെ ഇളയച്ച, അതെ ഇളയച്ചൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഫോട്ടോ ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടോന്നല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ ഇല്ലല്ലോ എന്നാണ്. പിന്നെ എന്നാ ഇല്ലില്ലില്ലല്ലോ അതിൻ്റെ ആവശ്യം എന്നാന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഇക്ക അവിടെ പെട്ട് നിൽക്കുന്നു. ഇക്ക അയ്യോ എൻ്റെ ദൈവമേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സച്ചി എല്ലാവരും ഇങ്ങനെ ഇക്കായെയും ശ്രുതിയും തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ. ഹലോ സച്ചി, ഏട്ടൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരത്തേക്ക് അമ്മയും മോനും കൂടി കേക്ക് ഇല്ലല്ലല്ലല്ലോ എന്നും പറഞ്ഞു നമ്മുടെ സച്ചിയും രേവതി. ഇളയച്ച, അതെ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് സംഘടിപ്പിച്ച് ഞങ്ങൾക്കൊന്ന് അയച്ചു തരണം എന്നിങ്ങനെ സുധി പറയുമോ എന്നും പറഞ്ഞിക്ക. നിങ്ങൾ വിചാരിച്ച് സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടോ മറ്റു ബന്ധുക്കളോടോ ഒന്ന് അയച്ചു തരാൻ പറയുമോ, എന്നിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്താൽ മതി എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കാം. അപ്പം നോക്കിയാൽ പോരാ, ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണമെന്ന് സച്ചി അങ്ങ് പറഞ്ഞു. അതെ ഞങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനാണെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ശരി ആരോടെങ്കിലും മേടിച്ച് അതൊന്നും അയച്ചു തരാമെന്ന് പറയുമ്പം മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ പോരാ, വേണമെന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ മാത്രം പോരാ, ശ്രുതിയുടെ അച്ഛൻ്റെ ചിതാഭസ്മം കൂടി വേണം. ചിതാഭസ്മം എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണത് എന്നിങ്ങനെ അദ്ദേഹം ചോദിച്ചു. അല്ല അത് പിന്നെ ഇളയച്ച നദിയെ കൊണ്ട് ഒഴുക്കാനാ, അങ്ങനെ ഒരു ചടങ്ങും കൂടി ഇവിടെ നടത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ചിതാഭസ്മം ഞാൻ എങ്ങനെ തരും, ഞാനിപ്പോൾ മംഗലാപുരത്തല്ലേ ഉള്ളത്, പിന്നെ എനിക്കാണെങ്കിൽ മഷയിൽ പോകാൻ പറ്റത്തുമില്ല, ഏട്ടൻ്റെ ശത്രുക്കൾ എന്നെ വകവരുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവിടെ നിങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവിടുന്ന് അവരോട് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറയാനായിട്ട് പറയുവാണ് സച്ചി. അന്നേരം ഇടയ്ക്ക് കയറി ചെയ്യേണ്ട കർമ്മേ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും സച്ചി. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ വെറുതെ നോക്കിയാൽ പോരാ, എത്തിച്ചിരിക്കണം, ഞങ്ങൾക്കത് ആവശ്യമുള്ളതാ എന്നും പറഞ്ഞു സച്ചി. അപ്പോൾ ശരി ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ തന്നാൽ മതിയല്ലോ അല്ലേ? മതി ഇപ്പം അതും ഫോട്ടോവും എല്ലാം കൂടി ഒരുമിച്ച് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ ഇവർ പറയണു. ശരി ഞാൻ പറഞ്ഞത് എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇനി എൻ്റെ കുട്ടിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, അവളെ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇവൾ ഞങ്ങളുടെ മോള് തന്നെയല്ലേ, ഞങ്ങൾ ഇവളെ പൊന്നുമല്ല നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇതാക്കി പറയുക. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു. അപ്പം അല്ല നിങ്ങൾ ഏട്ടൻ മരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിഷമം ഇല്ലെന്ന് സച്ചി. അല്ല നിങ്ങളിങ്ങനെ മട്ടനൊക്കെ കഴിച്ച് ആഘോഷിച്ച് നടക്കുകയാണെന്ന് ചോദിക്കുമ്പം സച്ചി എൻ്റെ വിഷമം മനസ്സിലല്ലേ ഉള്ളത്, അല്ലാതെ പുറത്തല്ലല്ലോ. എന്ത് വിഷമം ഉണ്ടായാലും നമ്മളത് ഭക്ഷണത്തിൽ കാണിക്കരുത്, അത് മനസ്സിലൊതുക്കുകയാണ് ചെയ്യാവുള്ളൂ എന്നൊക്കെ ഇക്ക ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ. ശരി ഇളയച്ച. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇവളിത് എന്നൊക്കെ കാണിച്ച് വെക്കുന്നത്, അങ്ങനെ ഒരു അച്ഛൻ അവർക്ക് ഇല്ലല്ലോ. ഞാൻ പിന്നെ ഫോട്ടോ എവിടെ നിന്നുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇക്ക ഇങ്ങനെ നിൽക്കുന്നു. മീരെ പറഞ്ഞാൽ മതിയല്ലോ, എല്ലാത്തിനും കാരണമുള്ളൂ, ഒറ്റ ഒരുത്തിയാന്ന് പറഞ്ഞു വീരാനിക്ക് ഇങ്ങനെ തല പുകഞ്ഞ് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.